ഹലോ ഗായ്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ തറയ്ക്ക് മുകളിൽ പടുതാക്കുളം എങ്ങനെ ചെയ്യാമെന്നതാണ്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന സെൽപ്പേലിയൻ സ്റ്റാറിൻ്റെ പടുതയാണ്. ഇതിൻ്റെ അളവ് വരുന്നത് 12x9 അതായത് 12 അടി നീളവും 9 അടി വീതിയുമാണ്. ഇതിൻ്റെ മീറ്റർ അളവ് കണക്കാക്കുന്നത് 3.25 മീറ്റർ നീളവും 2.25 മീറ്റർ വീതിയുമാണ്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 120 GSM ഉള്ള പടുതയാണ്. ഓക്കെ, അതേപോലെ തന്നെ 5 ഇഞ്ച് വീതി വരുന്ന 20 പീസ് പലകയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൃത്യമായ അളവിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം തറനിരപ്പ് വെട്ടി വൃത്തിയാക്കാം. ഇതുപോലെ എല്ലാ ഭാഗവും ഒരേ ലെവലിൽ. ശേഷം ചൂല് കൊണ്ട് അടിത്തറ വൃത്തിയാക്കുക. ചെറിയ ചെറിയ കല്ലുകളുണ്ടെങ്കിൽ എല്ലാം മാറ്റുക. ആക്കിയെടുക്കുക. ചെറിയ കല്ലുകളും മറ്റും ഉണ്ടെങ്കിൽ വൃത്തിയാക്കുക. ഇത് പടുതയുടെ ലൈഫ് കൂട്ടും. ഇല്ലെങ്കിൽ പടുതയിൽ പെട്ടെന്ന് തന്നെ ദ്വാരങ്ങൾ വീഴും. ഇത് പടുത പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനിടയാകുന്നു. ശരിയായ അളവിൽ പലകകളെല്ലാം മുറിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് ആണിയടിക്കുക. ഓരോ മൂലയിലും ഓരോ ഭാഗത്തും വെച്ചുകൊണ്ട് ആണിയടിച്ച് അടിത്തറ ബലമാക്കുക. 4 മൂലകളിലും പലകകൾ ഉപയോഗിച്ച് ഒരു ബോക്സ് പോലെ ആണിയടിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിൽ കുളത്തിൻ്റെ ഉയരം എടുക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 അടിയാണ്. അതിന് മുകളിലായി ഓരോ പലക വെച്ച് അകഭാഗത്തു നിന്നും പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ ആണിയടിക്കുക. ഇപ്പോൾ നമ്മുടെ കുളം ബോക്സ് ടൈപ്പ് ആയിട്ടുണ്ട്. പടുത ഇറക്കുന്നതിന് മുൻപ് കുളത്തിൻ്റെ അടിത്തറയിൽ ഇങ്ങനെ ചകിരി അടുക്കി കൊടുക്കുക. ഇത് ചെയ്യുന്നത് പടുതയുടെ സംരക്ഷണത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുളത്തിൻ്റെ അകത്തും പുറത്തും വശങ്ങളിലും അരിച്ചാക്ക് ഉപയോഗിച്ച് കവർ ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ പടുതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പടുത പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനിടയാകുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇനി നമ്മുടെ കുളത്തിലേക്ക് നമുക്ക് പടുത ഇറക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കുളത്തിൻ്റെ 2 വശത്ത് നിന്നുകൊണ്ട് പടുത നിവർത്തുക. വെള്ളം കുറേശ്ശെ ഇറക്കി വിടുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ പടുത കുളത്തിൻ്റെ അടിഭാഗത്തും മുകളിലും പടുത നന്നായി അമർന്നിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൃത്യമായ ബോക്സ് ഷേപ്പിൽ കിട്ടാനും വേണ്ടിയാണ്. കുളത്തിൽ ടാർപ്പ ഇറക്കുന്നതിന് മുൻപ് ടാർപ്പയുടെ ഹോളുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് വള്ളി കെട്ടുക. എന്നിട്ട് ടാർപ്പയിൽ വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കി വിടാവുന്നതാണ്. ഇത് നമ്മുടെ കുളത്തിൻ്റെ മൂലകളിലും നടുഭാഗത്തും പട്ടികയിൽ കൊണ്ട് ഇങ്ങനെ അടിക്കുക. ഇത് കുളത്തിൽ വെള്ളം വീഴാതിരിക്കാനും മരത്തിൻ്റെ ഇലകളും മറ്റും വീഴാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കൂര പോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തറയ്ക്ക് മുകളിലുള്ള പടുതാക്കുളം റെഡി ആയിട്ടുണ്ട്. പടുതാക്കുളത്തിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും മത്സ്യം വളർത്തുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ലിജോയ് ഫിഷ് ഫാം ഓണർ ലിജോയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ ആൻ അനദർ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ്, പ്രണവ് വിജയ്. ബൈ.